ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലെ 5:1 ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഇവിടെ ഒരു പരിപൂർണ സ്വാതന്ത്ര്യം, ഒരു സമാധാനം, ഒരു സന്തുഷ്ടമായ ഒരു ജീവിതശൈലി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തതിൻ്റെ ആ ഒരു വലിയ ഉറപ്പ് തരുന്ന ഒരു വചനമാണ്. അതായത് 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിലുറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് വിമോചനം ലഭിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലല്ല, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ തൻ്റെ വിലയേറിയ തിരുരക്തം കൊടുത്ത് തൻ്റെ ശരീരം കാൽവരി ക്രൂശിൽ യാഗമാക്കി നമ്മെ എല്ലാ അന്ധകാരത്തിൽ നിന്നും, പിശാചിൻ്റെ സകല തന്ത്രത്തിൽ നിന്നും, പിശാചിൻ്റെ സകല അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി. ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പാപബോധവും പേറി നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ച് കളയരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം കർത്താവ് തന്നതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന അനുസരിച്ച് നമുക്ക് മുന്നേറാം. അതുകൊണ്ട് ഇനിയും പിശാച് പറയുന്നത് കേട്ട് നമ്മൾ പാപത്തിലേക്ക് വീഴുവാനല്ല, കർത്താവായ യേശു ക്രിസ്തു പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ ദൈവം തന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമീൻ.